അപ്പോൾ വരാൻ പോകുന്ന ഇൻസ്ട്രക്ടറിൻ്റെ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിൻ്റെ സിലബസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സിലബസ് കൃത്യമായിട്ട് ഓരോ ഭാഗത്തു നിന്നും കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് സേഫ്റ്റിനെ കുറിച്ചാണ്. ഈ സേഫ്റ്റിൻ്റെ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് ഈ സേഫ്റ്റി എന്ന് പറയുന്നത് അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോണിക് സിസ്റ്റംസ്, ഈ വാഹനത്തിലെ ഇലക്ട്രിക്കൽ സിസ്റ്റംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അടുത്തായിട്ട് വരുന്നത്. പിന്നെ IC എൻജിൻസ്, കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം, അതായത് ഓട്ടോമൊബൈൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് ഏത് എക്സാം എഴുതുന്ന ആളുകൾക്കും അറിയുന്ന തിയററ്റിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ സിലബസിൽ വരുന്നത്. പിന്നെ ക്ലച്ച്, ഗിയർ ബോക്സ്, ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട്, അതായത് നിങ്ങൾ ഇതിന് മുന്നേ ഇൻസ്ട്രക്ടർ ടൈപ്പ് ഏതെങ്കിലും ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് വന്നിട്ടുള്ള സെയിം സിലബസും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നൊരു സിലബസും തന്നെയാണ് ഈ MMVക്കായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സിലബസിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് CC ആപ്പിൽ ക്ലാസ്സസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ സിലബസ് നോക്കിയിട്ട് കറക്റ്റായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് വേണം പഠിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു സ്വപ്ന ജോലിയിലോട്ട് എത്തിച്ചേരാം. സിലബസ് വെച്ചിട്ട് കൃത്യമായിട്ട് പഠിക്കുക, നമുക്ക് ഒന്നിച്ച് മുന്നേറാം.